കാലം എത്ര കടന്നുപോയാലും സിനിമ എന്നത് മലയാളികൾക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയ ഒരു കാര്യമാണ്. വർഷങ്ങൾ കടന്നു പോകുന്നതിനും പുതിയ ടെക്നോളജികൾ വരുന്നതിനും അനുസരിച്ച് ഓരോ പുതിയ കാര്യങ്ങളും പരീക്ഷിച്ച് നമുക്ക് മുന്നിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഉൾപ്പെടുത്തി സിനിമ ഇറക്കാൻ ഇവിടുത്തെ ഇൻഡസ്ട്രിയിലുള്ളവർ ശ്രമിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് മികച്ച ആസ്വാദനം ഒരുക്കാൻ മറ്റു വലിയ ഇൻഡസ്ട്രികളിൽ മുടക്കുന്ന അത്രയും പൈസ അല്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മികച്ച സിനിമകൾ കാഴ്ചവെക്കാൻ മോളിവുഡ് ഒരിക്കലും പിന്നിലല്ല. ഇന്ന് അങ്ങനെയുള്ള കുറച്ച് സിനിമകളിലൂടെ ഒന്ന് കടന്നുപോയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് മലയാളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയെടുത്ത 10 ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 1ാം സ്ഥാനത്തുള്ളത് എമ്പുരാനാണ്. ലിസ്റ്റിലെ ഏറ്റവും പൈസ മുടക്കിയെടുത്തതും റീസെന്റ് ആയിട്ട് ഇറങ്ങിയതുമായ പടമാണിത്. മോഹൻലാൽ നായകനായ ഈ സിനിമ പൃഥ്വിരാജ് സുകുമാരനാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹവും ഈ സിനിമയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. റിലീസിന് മുൻപും പിൻപും നിരവധി കാര്യങ്ങളുടെ പേരിൽ ന്യൂസ് ചാനലുകളിൽ ഉൾപ്പെടെ ചർച്ചയായിരുന്ന ഈ സിനിമയുടെ മുഴുവൻ ചിലവ് റെക്കോർഡുകൾ പ്രകാരം 180 കോടിയാണ്. 2ാം സ്ഥാനത്തുള്ളത് ബറോസ് ആണ്. 400 കോടി വർഷം നിധി കാത്ത ഒരു ഭൂതത്തിന്റെ കഥ പറയുന്ന സിനിമയാണിത്. 2024 പുറത്തിറങ്ങിയ ഫാന്റസി അഡ്വഞ്ചർ ജേണറിലുള്ള ഈ പടം സംവിധാനം ചെയ്തത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മോഹൻലാലാണ്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമ കൂടിയായ ബറോസിൽ പ്രധാന വേഷം ചെയ്യുന്നതും ലാലേട്ടൻ തന്നെയാണ്. കുട്ടികൾക്കായി ഇറക്കിയ ഈ ചിത്രത്തിന്റെ മുഴുവൻ ചിലവായ തുക ഏകദേശം 150 കോടിയോളമാണ്. 3ാം സ്ഥാനത്തുള്ളത് മരക്കാറാണ്. 2021 ചരിത്രത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രമാണ് മരക്കാർ. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചത് മോഹൻലാലാണ്. പൂർണ്ണമായും ചൈനീസിൽ ഡബ്ബ് ചെയ്തും ഈ പടം പ്രദർശിപ്പിച്ചിരുന്നു. മികച്ച സാങ്കേതിക വിദ്യകളും ശബ്ദത്തിനുമൊക്കെ പ്രാധാന്യം നൽകി ഇറക്കിയ ഈ സിനിമയുടെ മുഴുവൻ മുതൽ മുടക്ക് 95 കോടി രൂപയോളമാണ്. 4ാം സ്ഥാനത്തുള്ളത് ആടുജീവിതമാണ്. 2024 പൃഥ്വിരാജ് പ്രധാന കഥാപാത്രം ചെയ്ത ഈ ചിത്രം പൂർണ്ണമായും ആടുജീവിതം എന്നൊരു നോവലിനെ ആസ്പദമാക്കി എടുത്തൊരു ചിത്രമാണ്. പുറം നാട്ടിൽ ജോലിക്ക് പോവുകയും അവിടുത്തെ മരുഭൂമിയിൽ കുടുങ്ങി പോവുകയും ചെയ്ത ഒരു മനുഷ്യന്റെ നരക തുല്യമായ ജീവിതം കാണിച്ചു തരുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും ചെയ്തത് ബ്ലസ്സിയാണ്. ഈ ചിത്രത്തിനായി താരം തന്റെ ശരീരത്തിൽ വരുത്തിയ മാറ്റമൊക്കെ അന്ന് ഏറെ ചർച്ചയായതാണ്. ഏകദേശം 82 കോടിയാണ് ഈ ചിത്രത്തിന്റെ മുഴുവൻ ചിലവ്. 5ാം സ്ഥാനത്തുള്ള സിനിമ മലൈക്കോട്ടെ വാലിബനാണ്. മോഹൻലാൽ പ്രധാന കഥാപാത്രം ചെയ്ത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ 2024 ആക്ഷൻ അഡ്വഞ്ചർ എന്ന കാറ്റഗറിയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. തികച്ചും വ്യത്യസ്തമായ കഥപറച്ചിൽ രീതിയിലിറങ്ങി ഈ സിനിമയ്ക്ക് ചിലവായ തുക ഏകദേശം 60 കോടി രൂപയോളമാണ്. 6ാം സ്ഥാനത്തുള്ളത് മാമാങ്കമാണ്. ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ എന്ന കാറ്റഗറിയിൽ 2019 മമ്മൂട്ടി പ്രധാന കഥാപാത്രം ചെയ്ത എം പത്മകുമാർ സംവിധാനം ചെയ്തിറങ്ങിയ പടമാണ് മാമാങ്കം. ഏകദേശം 55 കോടിയോളമായിരുന്നു പടത്തിന്റെ മുഴുവൻ ബഡ്ജറ്റ്. 7ാം സ്ഥാനത്തുള്ളത് ഒടിയനാണ്. 2018 മോഹൻലാൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച VA ശ്രീകുമാർ മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പടമായിരുന്നു ഒടിയൻ. കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു മിത്തിക്കൽ സ്റ്റോറി ആസ്പദമാക്കി ഇറങ്ങിയ ഈ സിനിമയുടെ മുഴുവൻ ബഡ്ജറ്റ് 50 കോടി രൂപയോളമാണ്. 8ാം സ്ഥാനത്തുള്ളത് കിങ് ഓഫ് കൊത്തയാണ്. 2023 ദുൽഖർ നായകനായി അഭിലാഷ് ജോഷി സംവിധാനം ചെയ്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ പടമാണ് കിങ് ഓഫ് കൊത്ത. ഏകദേശം 50 കോടി രൂപയോളമാണ് ഇതിന്റെ മുഴുവൻ ബഡ്ജറ്റ്. 9ാം സ്ഥാനത്തുള്ളത് ആവേശമാണ്. ബാംഗ്ലൂരിൽ പഠിക്കാനായി എത്തിയ കുറച്ച് വിദ്യാർത്ഥികളെയും അവർ ചെന്നുപെടുന്ന പ്രശ്നങ്ങളുമൊക്കെ ആക്ഷനിലൂടെ കോമഡിയിലൂടെ കാണിച്ച സിനിമയാണ് ആവേശം. ഫഹദ് ഫാസിൽ പ്രധാന വേഷം ചെയ്ത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ ഈ സിനിമയ്ക്ക് മുഴുവൻ ചിലവായ തുക ഏകദേശം 45 കോടി രൂപയോളമാണ്. 10ാം സ്ഥാനത്തുള്ളത് കായംകുളം കൊച്ചുണ്ണിയാണ്. 2018 നിവിൻ പോളി പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച കായംകുളം കൊച്ചുണ്ണിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത സിനിമയാണ് കായംകുളം കൊച്ചുണ്ണി. ഇതിൽ ഇത്തിക്കര പക്കി എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് മോഹൻലാൽ ആയിരുന്നു. പടത്തിന്റെ മുഴുവൻ ചിലവ് ഏകദേശം 45 കോടി രൂപയോളമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി നിർമ്മിച്ച സിനിമകൾ. ഇതിലും മുതൽ മുടക്കുകളുള്ള സിനിമകളൊക്കെ ഇനിയും ധാരാളമായി ഇറങ്ങാൻ സാധ്യതകൾ വളരെയധികമാണ്. കഴിവുള്ളതും ഡെഡിക്കേറ്റഡുമായ നിരവധി ആളുകൾ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളത് ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ മലയാള സിനിമയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളിലും ലഭിക്കുന്ന സ്വീകാര്യതയൊക്കെ ഇതിന് തെളിവുകളാണ്. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.